ഇന്നത്തെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിന്റെ ആ ഒരു പ്രൊമോ വന്ന സമയം തൊട്ട് പലരും അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അനുമോൾ ഡിസേർവിംഗ് അല്ല, അത് നെവിൻ പറയുന്നത് കേട്ടിട്ട് പറയുന്ന പലരുമുണ്ട്. കാരണം അനുമോൾ അവിടെ ഒരു ടാസ്കും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ, ഒരു ടാസ്കിലൊന്നും അനുമോളുടെ ഒരു ആക്ടിവിറ്റീസും ഉണ്ടാകാറില്ലല്ലോ എന്നുള്ളത്. ആക്ച്വലി ഈ ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്തത് ക്യാപ്റ്റൻ ആകാൻ വേണ്ടിയിട്ടാണ്. ഒരു ക്യാപ്റ്റന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റീസ് അവിടെ ഉണ്ടോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ അനുമോള് ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്യാൻ അല്ലെങ്കിൽ ആ ക്യാപ്റ്റൻസിക്ക് ഡിസേർവിംഗ് അല്ല എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ നെവിൻ അവിടെ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? കട്ട് കഴിക്കുന്നതോ അല്ലെങ്കിൽ അവന് ഇഷ്ടപ്പെട്ട ഫുഡ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതോ? പിന്നെ ടാസ്കിന്റെ കേസിലോട്ട് വരുവാണെങ്കിൽ നെവിൻ ആകെ കൂടി വിൻ ചെയ്തിട്ടുള്ളത് സ്പോൺസർ ടാസ്ക് ആണ്. സ്പോൺസർ ടാസ്ക് ചെയ്യുന്നത് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും ആ ഒരു സ്പോൺസർ ടാസ്കിന് ശേഷം ചിലപ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കിട്ടും. അപ്പൊ ആ ഗിഫ്റ്റ് കിട്ടുന്നത് എടുക്കാൻ വേണ്ടിയിട്ട് അത് തിന്നാമല്ലോ ആണെങ്കിലോ എന്ന് കരുതിയിട്ടൊക്കെയാണ് നെവിൻ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതൊരു ടാസ്ക് വരുവാണെങ്കിൽ, ഒരു ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ പോലും നെവിൻ സെൽഫായിട്ട് പറഞ്ഞത്, ഓ എനിക്കൊന്നും വയ്യ, എന്റെ ശരീരം ഒന്നും കേടാക്കാൻ, എനിക്ക് അടിയൊന്നും കൊള്ളാൻ വയ്യേ എന്ന് പറഞ്ഞിട്ട് നെവിൻ മാറിയിരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ഇതിനു മുമ്പ് പല ടാസ്കിനകത്തും അങ്ങനെ നെവിൻ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ ആര്യൻ ഡിസേർവിംഗ് ആണോ എന്ന് ചോദിച്ചാൽ, ഒരു ക്യാപ്റ്റൻ ആകാൻ ഒരു കഴിവില്ലാത്ത ഒരാളായിട്ട് നമ്മൾ ഓൾറെഡി ആര്യനെ ആ ഒരു ക്യാപ്റ്റൻസിയിൽ കണ്ടതാണ്. ആ ഒരു സമയത്ത് ക്യാപ്റ്റനായിട്ട് ആര്യൻ വന്ന സമയത്ത് ഒട്ടും തന്നെ ആദ്യത്തെ 1-2 ദിവസം സീരിയസ് ആയിട്ട് നിന്നു. പിന്നെ അങ്ങോട്ട് എല്ലാം കയ്യിൽ നിന്ന് പോയത് ആര്യന്റെ ആ ക്യാപ്റ്റൻസി വന്ന സമയത്താണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ അനുമോള് ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ ഒരു പക്ഷേ കുറച്ച് റൂഡായിരിക്കും, അനുമോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും എന്നതൊഴിച്ചാൽ ബാക്കി പല കാര്യങ്ങളും അനുമോൾ എങ്ങനെയാണ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ വെസൽ ക്ലീനിങ് ആയിക്കോട്ടെ, കിച്ചൺ ക്ലീനിങ് ആയിക്കോട്ടെ, ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് എന്ന് കാണാൻ ശരിക്കും എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നിപ്പം ഒരു വലിയൊരു വഴക്ക് നടക്കാൻ പോകുന്നത് നെവിൻ ഈ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ കുളമാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വഴക്കിന്റെ ഇത് ഉറപ്പായിട്ടും എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതിൽ ആര് ക്യാപ്റ്റൻ ആകും എന്നുള്ളത് ഇതുവരെ കണ്ട ക്യാപ്റ്റൻസി ടാസ്കിനെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതൊരു വലിയ ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. പിന്നെ അനുമോള് ക്യാപ്റ്റൻ ആവുകയാണെങ്കിൽ ഇപ്പൊ ആദില, നൂറ, ഇവരുടെ 3 പേരുടെ, അതായത് പട്ട ഗേൾസ് എന്ന് പറയുന്നവർക്ക് കുറച്ചധികം എന്തെങ്കിലുമൊക്കെ കിട്ടും എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതും വെറുതെയാണ്. കാരണം ആദില കഴിഞ്ഞ വീക്കില് ക്യാപ്റ്റൻ ആയപ്പോൾ നൂറയും അനുമോളും കൂടെ സെറ്റ് ചേർന്ന് നടക്കുകയാണ് ചെയ്തത്. ആദിലയുടെ കാര്യം നോക്കി, പിന്നെ ആദില ഈ പറയുന്ന കോൺട്രിബ്യൂഷൻസ് ഒക്കെ എടുത്തു, അല്ലെങ്കിൽ അവരുടെയൊക്കെ അഡ്വൈസ് ഒക്കെ സ്വീകരിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവർക്ക് ഒരു എന്താ പറയാ, ഒരു സപ്പോർട്ട് കൊടുത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. കാരണം ആദില ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ നൂറയും അനുമോളും അവിടെ പോയി പൊളിച്ച് നിന്ന് സംസാരിച്ചത്, ബാത്റൂമിൽ കയറി സംസാരിച്ചത്, ഇതൊക്കെ ആദില നന്നായിട്ട് ചോദ്യം ചെയ്യുകയും അതിനെ പ്രതികരിക്കുകയും, ആദില ഒരു കാരണവശാലും അക്കൂട്ടത്തില് ഒരു തന്റെ ടീമാണ്, അങ്ങനെ ഒരു ഗ്രൂപ്പിസം അവിടെ കാണിച്ചിട്ടില്ല. അതിലെ കാട്ടി 10 മടങ്ങ് ഈ പറയുന്ന അനുമോൾ അത് കാണിക്കും. അതായത് അനുമോൾ സ്ട്രിക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നൂറയുടെ അടുത്തോ അല്ലെങ്കിൽ ആദിലയുടെ അടുത്തോ ഒരു ഗ്രൂപ്പിസം കാണിച്ച അനുമോൾ പോകില്ല എന്നും ഉറപ്പാണ്. പിന്നെ നെവിന് ഈ പറയുന്ന അനുമോളോടുള്ള കുറച്ചധികം ദേഷ്യം അത് കുറച്ച് ഓവർ ആകുന്നുണ്ട്. അനുമോളെ വല്ലാണ്ട് ഉപദ്രവിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ, നിങ്ങൾക്ക് പ്രൊമോ വീഡിയോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ശരിക്കും പറഞ്ഞാൽ കൈ ഇരിക്കുന്നത് റോപ്പാണ്. അതിനകത്തോട്ട് പോയി വീഴുകയാണെങ്കിൽ ആ റോപ്പും പിടിച്ചോണ്ട് നിൽക്കുന്ന അവരും കൂടെ പോയി വീഴും. അതൊട്ടും തന്നെ നല്ലതല്ല. പിന്നെ ഈ പറയുന്ന 2 തടിമാടന്മാരാണ്, ഒന്ന് സാബുമോനും അതുപോലെ ആര്യനും. അക്കൂട്ടത്തിൽ അനുമോൾ അത് പിടിച്ചോണ്ട് നടക്കുന്നത്. ഒരുപാട് ക്ഷമ വേണം. അനുമോൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ ക്ഷമ നശിച്ച് ഒരുപാട് മുഷിഞ്ഞ് നിൽക്കുകയാണ്, ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ എന്തായാലും ശരി ക്യാപ്റ്റൻ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ക്യാപ്റ്റൻ ആകുമ്പോൾ റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോഴത്തേക്ക് അത് അനുമോൾക്ക് നല്ലതല്ല എന്ന് വിചാരിക്കുന്ന കുറെ അധികം ആൾക്കാരെയും ഞാൻ കണ്ടു. അത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരിക്കലും കരുതരുത്. കാരണം റെസ്പോൺസിബിലിറ്റീസിനെ എങ്ങനെ ഫേസ് ചെയ്യുന്നു, ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം ഈ ഒരു സീസണിൽ ടാസ്കിൽ വളരെയധികം പുരോഗമനം ഒന്നും കാണിക്കാൻ അനുമോൾക്ക് കഴിഞ്ഞിട്ടില്ല. ചില ടാസ്കുകളൊക്കെ നന്നായിട്ട് ചെയ്യും. അത് എസ്പെഷ്യലി ചെയ്യുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഇപ്പം ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലാതെ എന്തെങ്കിലും ഒക്കെ അഭിനയിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിനകത്താണ് ആ ഒരു ടാസ്ക് ഒക്കെയാണ് അനുമോൾ നന്നായിട്ട് ചെയ്യുക. അത് മാത്രമല്ല മറ്റ് ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ ആ ഗ്രൂപ്പിൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്താൽ തന്നെ കൂടെയുള്ള ഗ്രൂപ്പിലെ മറ്റ് മെമ്പേഴ്സ് അനുമോളെ അവിടെ അടിച്ചമർത്താറുണ്ട്, അനുമോൾക്ക് പണി കൊടുക്കാറുണ്ട്. അതുകൊണ്ട് പലപ്പോഴും അനുമോൾക്ക് ഒരു ഗ്രൂപ്പ് ടാസ്കുകളൊക്കെ വരികയാണെങ്കിൽ കോർഡിനേറ്റ് ചെയ്ത് ഒന്നിച്ച് നിന്ന് കൊണ്ടുപോകാനൊന്നും പറ്റാറില്ല. കാരണം അനുമോൾ അവിടുത്തെ ഒരു ഒറ്റപ്പെട്ട മത്സരാർത്ഥിയാണ്. കാരണം മറ്റുള്ളവർ ഇങ്ങനെ ചൊറിഞ്ഞ്
തനിക്ക് കിട്ടിയില്ലേലും അനുമോൾക്ക് കിട്ടരുത് എന്ന് കരുതി അനുമോളുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ കളിക്കുന്ന കുറെ പേര് അതിനകത്തുണ്ട്. പലപ്പോഴും അതും ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അത് ജിസേലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, ജിസേലും അനുമോളും ഒക്കെ ടീമായ സമയത്ത് പോലും ഇത്തരത്തിലുള്ള കുറച്ചധികം കുത്തിത്തിരിപ്പുകളൊക്കെ അനുമോൾക്ക് എതിരെ ഉണ്ടായിട്ടുണ്ട്. അനുമോള് അത്തരത്തിൽ ചിന്തിക്കാതെ എല്ലാം അങ്ങ് നിന്ന് കൊടുക്കുകയും ചെയ്യും. അതായത് ആ ടാസ്ക് ചെയ്യിക്കണം എന്ന് കരുതി ആ ഒരു ശുഷ്കാന്തിയൊക്കെ കാണിക്കാറുണ്ട് അനുമോള്. പക്ഷെ ടാസ്ക് വിജയിക്കാത്തതിന് ഒരു കാരണം ആ ഒരു ഗ്രൂപ്പിൽ വരുമ്പോൾ കോർഡിനേഷൻ ഇല്ലാതെ പോകുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്. അപ്പോൾ ഏതായാലും ശരി, ഈ ഒരു ക്യാപ്റ്റൻസി ഇത് എവിടം വരെ പോകും, ഇത് വലിയൊരു പ്രശ്നമാകുമോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം. അപ്പോൾ അനുമോൾ ക്യാപ്റ്റൻ ആകണോ, ഡിസേർവിംഗ് ആണോ, അതോ നെവിൻ പറഞ്ഞ കണക്ക് അനുമോൾ ഡിസേർവിംഗ് അല്ലേ? നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. സീരിയൽ ഗ്രാൻഡ് ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ വൈകും വരാം. ബൈ.